എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്യുലർ സോഷ്യലിസ്റ്റ് ആർ ആൻ ഇൻഎലിനബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമുക്കറിയാം, സെക്യുലറും സോഷ്യലിസ്റ്റും എന്ന വേർഡ്സ് പ്രിയാമ്പിളിൽ നിന്ന് മാറ്റണം എന്നുള്ളൊരു ഇത് വന്നായിരുന്നു, കോടതിയിൽ കേസ് വന്നായിരുന്നു. അത് കോടതി സുപ്രീം കോടതി അത് റിജക്റ്റ് ചെയ്തു. ഓക്കെ, അത് GS2 പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമുക്കറിയാം. ഇത് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. അപ്പോൾ നമുക്ക് കൂടുതലും വന്നേക്കുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുമാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വുമൻ്റെ പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ പ്രിയാമ്പിളിലുള്ള കാര്യങ്ങൾ, അപ്പം എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും ട്രൈവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആസ്പെക്റ്റ്, മൾട്ടിപ്പിൾ ആസ്പെക്റ്റുകളിൽ ബേസ് ചെയ്തിട്ട് ന്യൂസുകൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ ആ തരത്തിലുള്ള ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിൽ ട്രൈവ്സ്, ലെറ്റ് ഇറ്റ് ഷോ ഇന്ത്യ ദ വേ. അപ്പോൾ ഇത് പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മൾ ഇപ്പോൾ കറണ്ട് കേസ് സിനാരിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നത്, എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്, നമ്മുടെ അഡാപ്റ്റബിലിറ്റി, അതുപോലെ തന്നെ ചേഞ്ച് വരുമ്പോഴുള്ള എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെയുള്ളത് ഫെമിനിസ്റ്റ് ഐഡിയോളജി ഇൻ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കോഴ്സ് ആണ്. അപ്പോൾ ഇത് സോഷ്യൽ ജസ്റ്റിസ്, GS2 സോഷ്യൽ ജസ്റ്റിസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വുമൺ, നമുക്കറിയാം UPSC വുമൺ അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റ്, ചൈൽഡ് വെൽഫെയർ, ഹെൽത്ത്, ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഇത് ബേസിക്കലി സോഷ്യൽ ജസ്റ്റിസ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കോഴ്സിൽ വുമൺ എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു എഡിറ്റോറിയൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് ഇസ് സെക്യുലർ സോഷ്യലിസ്റ്റ് ആർ ഇൻഎലിനബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു സ്റ്റേ ഇൻ പ്രിയാമ്പിൾ. അത് പ്രിയാമ്പിളിൻ്റെ പാർട്ടായിട്ട് തന്നെ കിടക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഓഫൺ റിഗാർഡഡ് ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. It encapsulates the ideals, aspirations and core principles upon which the nation is founded. അപ്പോൾ ഈ റീസെൻറ്റ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ അത് റീഅഫേം ചെയ്തു. സെക്യുലറും സോഷ്യലിസ്റ്റും ആയിട്ടുള്ള ടേംസ്, അത് ആ എലമെൻറ്റ്സ് ഒരിക്കലും നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതലും നോക്കുന്നത് പ്രിയാമ്പിൾ എന്താണ് എന്നുള്ളതാണ്. പിന്നെ പ്രസൻറ്റ് ഈ കേസിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പോൾ വാട്ട് ഈസ് പ്രിയാമ്പിൾ? എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് എ ഫിലോസഫി ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു നേഷൻ, നമ്മുടെ രാജ്യം ഏത് രീതിയിലാണ് അത് ഭരിക്കപ്പെടേണ്ട എന്നുള്ള കാര്യങ്ങളും ഐഡിയലൈസ് ചെയ്തേക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രിയാമ്പിളിൻ്റെ കോണ്ടെക്സ്റ്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഴ്സ് ഓഫ് അതോറിറ്റി പ്രിയാമ്പിളിന് വരുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. അതായത് സോണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ്സ് പവേഴ്സ് ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അത് അറിഞ്ഞിരിക്കുക. പിന്നെ സ്റ്റേറ്റിൻ്റെ നേച്ചറാണ്. ഒന്നെന്ന് പറയുന്നത് സോറിനാണ്, അതായത് കംപ്ലീറ്റ് അതോറിറ്റി ഇന്ത്യക്ക് തന്നെയാണ്, നമ്മുടെ ഗവൺമെൻറ്റിന്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ വേറൊരു കൺട്രി പറയുന്നതനുസരിച്ചല്ല നമ്മൾ നമ്മുടെ ഡിസിഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് സോഷ്യലിസ്റ്റാണ്. കമ്മിറ്റ്മെൻറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാളിറ്റി ത്രൂ എ മിക്സ്ഡ് എക്കണോമി, അതായത് പബ്ലിക്കും പ്രൈവറ്റിൻ്റെയും ഒരു കോ എക്സിസ്റ്റൻസിലൂടെയാണ് നമ്മുടെ എക്കണോമി ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് 42nd അമെൻമെൻറ്റിലാണ് ഇത് ആഡ് ചെയ്തത്. പിന്നെ സെക്യുലർ എന്ന് പറയുന്നത് ഈക്വൽ റെസ്പെക്റ്റ് ആൻഡ് സപ്പോർട്ട് ഫോർ ഓൾ റിലീജിയൻസ്, ഇതും 42nd അമെൻമെൻറ്റിലാണ്. ഇത് രണ്ടും 42nd അമെൻമെൻറ്റിൽ ആഡ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ഗവർണൻസ് ബൈ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അതായത് ആൾക്കാർ എലക്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഗവർണൻസിൽ പാർട്ടാകുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എലക്റ്റഡ് ആയിരിക്കണം, അത് ഹെറിഡിറ്ററി ആകല്ല. അപ്പോൾ എലക്റ്റഡ് ഹെഡ് ആകുന്ന കേസിലാണ് അത് റിപ്പബ്ലിക് എന്നാണ്. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റിസിൻ്റെ എന്തൊക്കെ വരും? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുക. പിന്നെ ലിബർട്ടിയുടെ കേസിൽ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ബിലീഫ് കൊണ്ടുവരിക. ഇക്വാലിറ്റിയുടെ കേസിൽ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഫ്രട്ടേണിറ്റിയുടെ കേസിൽ പ്രൊമോട്ടിങ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം November 26, 1949 ആണ്. അപ്പം എന്താണ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ
ഡേ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പം ജവഹർലാൽ നെഹ്റൂസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. അത് പ്രൊവൈഡഡ് ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പ്രിയാമ്പിൾ. അമെൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ വാസ് അമെൻഡഡ് ഓൺലി വൺസ് വയ ദ 42nd അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ അതിലെന്തൊക്കെ ചെയ്തു? അതിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ടേംസ് പ്രിയാമ്പിളിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ പ്രിയാമ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്ന്, ഗൈഡിങ് ഫ്രെയിംവർക്കാണ്. ആക്ട്സ് ആസ് എ കീ ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ എത്തോസ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു ഗൈഡാണ് ഈ ഒരു പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ എയ്ഡ്, അതായത് നമ്മളിപ്പോൾ കോർട്ടിലൊക്കെ പുതിയ ലോസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നമ്മൾ ഡെറൈവ് ചെയ്യുമ്പോൾ ഈ പ്രിയാമ്പിൾ ബേസിസിൽ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ കോർ എത്തോസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ലോ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ റിഫ്ലക്ട്സ് നാഷണൽ ഗോൾസ്, അതായത് ഹൈലൈറ്റ്സ് ജസ്റ്റിസ്, ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി ആസ് പില്ലേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ഡെമോക്രസി. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് എന്തൊക്കെയാണ് പ്രിയാമ്പിൾ ബേസിസിൽ വന്നിട്ടുള്ളത്? ഒന്ന്, ബേരുബാരി കേസുണ്ട്. അത് 1960 ഹെൽഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോട്ട് ലീഗലി എൻഫോഴ്സബിൾ. പിന്നെ കേശവാനന്ദ ഭാരതി കേസ് വരുന്നുണ്ട്. ഡിക്ലെയർഡ് പ്രിയാമ്പിൾ ആസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻട്രൊഡ്യൂസ് ദ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എൻഷുറിങ് എലമെൻറ്റ്സ് ലൈക്ക് സെക്യുലറിസം ആൻഡ് സോഷ്യലിസം, അത് പ്രിസർവ് ചെയ്യണം എന്നുള്ള കാര്യം വന്നു. അപ്പം കേശവാനന്ദ ഭാരതി കേസിലാണ് ഇത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണെന്നും പറഞ്ഞത്. പിന്നെ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ, അപ്പോൾ റീഅഫേം ദ പ്രിയാമ്പിൾ സ്റ്റാറ്റസ് ആസ് എൻ ഇൻറ്റഗ്രൽ ബട്ട് നോൺ എൻഫോഴ്സബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പ്രിയാമ്പിൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഒരു കേസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ജസ്റ്റിസ്, അതായത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. എലിമിനേറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ ഓർ ജെൻഡർ. പിന്നെ എക്കണോമിക് ജസ്റ്റിസ്, എൻഷുറിംഗ് എക്വിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് റിഗാർഡ്ലെസ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റസ്. പിന്നെ പൊളിറ്റിക്കൽ ജസ്റ്റിസിൻ്റെ കേസിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ പ്രോസസ്സ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ലിബർട്ടിയാണ്, അതായത് ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ബിലീഫ് വിത്തിൻ ലീഗൽ ബൗണ്ടറീസ്. പിന്നെയുള്ളത് ഇക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, എൻഷുറിംഗ് നോ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഈസ് പ്രിവിലേജ്ഡ്. ഓക്കെ, പിന്നെ ഫ്രട്ടേണിറ്റി, പ്രൊമോട്ടിംഗ് സെൻസ് ഓഫ് യൂണിറ്റി, അതായത് ഒരു ബ്രദർഹുഡ് ജനറേറ്റ് ചെയ്യുക. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്രദർഹുഡാണ്. ഓക്കെ, ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി സിറ്റിസൺസിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പോൾ പ്രിയാമ്പിൾ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ് സെക്യുലറിസം, സോഷ്യലിസം എന്ന് പറഞ്ഞാണ് നമുക്ക് ഈ ന്യൂസ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ബേസ് ചെയ്ത് പ്രിയാമ്പിൾ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺക്ലൂഷനും കൂടി പറയണം. അപ്പോൾ ദ പ്രിയാമ്പിൾ സെർവ്സ് ആസ് എ മോറൽ കോമ്പസ്. ഓക്കെ, മോറൽ കോമ്പസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻക്യാപ്സുലേറ്റിംഗ് the nation's ideals and aspirations. The Supreme Court's recent judgment reiterates the immutable nature of core principles like secularism and socialism, which are vital for safeguarding India's democratic ethos. Understanding and upholding these values is essential for every citizen and policy maker as they continue to guide India towards its constitutional vision. Okay, well, next news എന്ന് പറയുന്നത് അതും കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ 75th ആനിവേഴ്സറി ആണ് നമ്മൾ അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെത്. ഓക്കെ, ആസ് ഇന്ത്യ സെലിബ്രേറ്റ്സ് 75th ആനിവേഴ്സറി ഓഫ് ദ അഡോപ്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, it is an opportune time to reflect on its principles, evolution and challenges. The Constitution as envisioned by Dr. B.R. Ambedkar and the Constituent Assembly remains the bedrock of India's democracy. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രസ്സിലും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂസിൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഇവാലുവേഷൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷണൽ വിഷൻ എന്തായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ? ഒന്ന്, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റിയാണ്. അതായത് ഡോക്ടർ അംബേദ്കർ എംഫസൈസ് ദ ഇൻസെപ്പറബിലിറ്റി ഓഫ് ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി ഫോർ ദ സക്സസ് ഓഫ് ഡെമോക്രസി. He highlighted the risk of inequality and divisions undermining fraternity and unity. Okay, പിന്നെ adaptability ആണ്. Constitution allowed for the amendments to address evolving needs, reflecting its dynamic and forward looking approach. അതായത് എവർ ഡൈനാമിക് ആയിട്ടുള്ളൊരു ബോഡി അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആണ്
കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ വേൾഡിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നമുക്കിതിനകത്തും മാറ്റങ്ങൾ അല്ലെങ്കിൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവരണം. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ചാലഞ്ചസ്. അതായത് ഡോക്ടർ BR അംബേദ്കർ നോട്ടഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സക്സസ് റിലൈഡ് ഓൺ പീപ്പിൾ ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ടാസ്ക്ഡ് വിത്ത് അപ്ഹോൾഡിങ് ഇറ്റ്. പിന്നെ ഈ 75 ഇയേഴ്സിലുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ മൈൽ സ്റ്റോൺ ഉണ്ട്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അഫോർമേറ്റീവ് ആക്ഷൻ പ്രോഗ്രാംസ്, അതായത് റിസർവേഷൻ ഓഫ് SCs, STs ആൻഡ് OBCs ടു അഡ്രസ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ്. പിന്നെ ഡെമോക്രാറ്റിക് പ്രോസസ്സും ഉണ്ട്. അതായത് കണ്ടക്ട് ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എൻഷുറിങ് റെപ്രസെൻറ്റേഷൻ. പിന്നെ ജുഡീഷ്യറീനെ സ്ട്രെങ്തൻ ചെയ്തു. അതായത് ഒരു ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലോട്ട് ജുഡീഷ്യറീനെ ഉയർത്തി. പിന്നെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ട്. അതായത് റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എനേബിളിംഗ് ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ലൈവ്ലിഹുഡ്സ്. ഓക്കെ, പിന്നെ പെർസിസ്റ്റിംഗ്, അതായത് നമുക്കറിയാം ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ചാലഞ്ചസ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഒന്ന് ഇൻഇക്വാളിറ്റീസ് ആണ്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാളിറ്റീസ് പെർസിസ്റ്റ് വിത്ത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് കണ്ടിന്യൂയിങ് ടു ഫേസ് barriers. പിന്നെ റിസർവേഷൻസ് വൈൽ നെസസറി ഹാവ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഫോർ എൻട്രഞ്ചിങ് കാസ്റ്റ് ഇൻ ഐഡൻറ്റിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് റെഡ്യൂസിങ് ദം. പിന്നെ യൂണിറ്റി വേഴ്സസ് ഡിവിഷൻസ് ആണ്. കമ്മ്യൂണൽ ടെൻഷൻസ് ആൻഡ് പോളറൈസേഷൻ ത്രെറ്റൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രട്ടേണിറ്റി. പിന്നെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഓഫൺ ഓവർഷാഡോ ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ്. പിന്നെ റെലവൻസ് ഓഫ് അഫർമേറ്റീവ് ആക്ഷൻ, അതായത് ഇപ്പം ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ അതിൻ്റെ എഫക്റ്റീവ്നെസ് ഉണ്ടോ, അതുപോലെ തന്നെ സജഷൻസ് ഫോർ അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, അതുള്ള കാര്യം ഡിബേറ്റഡ് ആണ്. അതുപോലെ തന്നെ സജഷൻസ് ഫോർ റീവിസിറ്റിംഗ് റിസർവേഷൻ പോളിസീസ് ടു ഫോക്കസ് ഓൺ എക്കണോമിക് ക്രൈറ്റീരിയ, അതായത് ഒരാളുടെ ഇൻകം ലെവൽ ബേസ് ചെയ്തിട്ട് റിസർവേഷൻ കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ള തോട്ട് പ്രോസസ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോപ്പുലിസ്റ്റ് പൊളിറ്റിക്സ് ആണ്. പോപ്പുലിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില കേസിൽ ആൻറ്റി ഗവൺമെൻറ്റൽ മൂവ്മെൻറ്റ് വരും. അപ്പോൾ ആ ഗവൺമെൻറ്റൽ മൂവ്മെൻറ്റിൽ ചില ഒരു പർട്ടിക്കുലർ ഐഡിയോളജി അല്ലെങ്കിൽ പർട്ടിക്കുലർ ഈ ഗവൺമെൻറ് ആ ഒരു കറണ്ട് സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു പോപ്പുലിസ്റ്റ് നേതാവ് വരും. അപ്പോൾ ആ ആൾ ഫോം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സിനെയാണ് പോപ്പുലിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിൻസ് വേണ്ടിയിട്ട് ലോങ് ടേം ഒബ്ജക്റ്റീവ്സിനെ മാറ്റും. ഓക്കെ, ദാറ്റ് അണ്ടർമൈൻസ് ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഒരു ആൻറ്റി റിസർവേഷൻ ബേസ് ചെയ്തിട്ട് ഒരു ആൾ വന്നു, അയാൾക്ക് മാസീവായിട്ട് സപ്പോർട്ട് വന്നു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ റിസർവേഷൻ സിസ്റ്റം എടുത്തു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് ടേം ഗോൾ കാരണം എന്ത് പറ്റും, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ റിസർവേഷൻ കൊണ്ട് സോഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടായ ആൾക്കാർക്ക് എന്ത് പറ്റും, ആ ആൾക്കാരെ തഴയപ്പെടും. അതിലൂടെ നമുക്ക് സോഷ്യൽ ഇൻഇക്വാലിറ്റി അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്രോയിങ് ടെൻഡൻസി ടു ബൈപാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പോസ് റിസ്ക് ടു ഡെമോക്രസി. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേ ഫോർവേഡ് എന്താണ്? ഇൻവിഗ്രേറ്റിംഗ് ഫ്രട്ടേണിറ്റി, അതായത് പ്രൊമോട്ട് എ സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി ട്രാൻസെൻഡിങ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് ദ ക്ലാസ്. എൻഹാൻസ് എഫേർട്സ് ഇൻ സിവിക് എഡ്യൂക്കേഷൻ ടു ഇൻസ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. പിന്നെ റിഫോമിംഗ് റിസർവേഷൻസ് ആണ്. അതായത് സ്വിഫ്റ്റ് ഫോക്കസ് ടുവേർഡ്സ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് സെക്ഷൻസ് across all communities. Ensure that reservation policies serve as a means of upliftment and not division. പിന്നെ സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് എന്താണ്, ഇപ്പോൾ നമ്മളൊരു ഫോൾട്ട് എന്ന് പറയുന്നത് ജുഡീഷ്യറി ഇപ്പോൾ ലോസ് ഇറക്കുന്നുണ്ട്, പക്ഷേ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ അത് ഒരിക്കലും പ്രോപ്പറായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവിന് പറ്റുന്നില്ല. അപ്പോൾ പ്രൊട്ടക്ട് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആൻഡ് അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവർണൻസ്. പിന്നെ ഫോസ്റ്ററിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണ്. അതായത് എൻകറേജ് അഡ്ഹറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഓവർ മജോറിറ്റേറിയനിസം ഓർ പോപ്പുലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ്. ലീഡേഴ്സ് മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു ഇൻക്ലൂസിവിറ്റി ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, അപ്പം ഇതും നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് 75th ആനിവേഴ്സറി ആണ് വന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ലിവിങ് ഡോക്യുമെൻറ്റ് thriving through its adaptability and resilience. As challenges evolve, it is imperative to uphold its constitutional values, foundational values, while addressing contemporary issues. The journey of the Constitution over the past 75 years is a testament to its strength and relevance, but it also underscores the need for continued vigilance and commitment to its ideals. Okay,
അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ഐഡിയോളജി ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കോഴ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പം the inclusion of feminist ideology in India's constitutional framework reflects the evolving struggle for gender equality. While the constitution does not explicitly reference feminism, it incorporates the principles aimed at addressing gender justice and dismantling patriarchal structures. Patriarchal എന്ന് പറയുമ്പോൾ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയുടെ സ്ട്രക്ചേഴ്സിനെതിരായിട്ട് അല്ലെങ്കിൽ ആ ഒരു അപ്പർ ഹാൻഡ് ഒഴിവാക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നുണ്ട്. ദ റോൾ ഓഫ് ദ ഫൗണ്ടിങ് മദേഴ്സ് of the constitutional republic and their contributions to gender discourse merit recognition in this context. Okay, ഇപ്പോൾ ഫെമിനിസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫൗണ്ടിങ് മദേഴ്സിൻ്റെ കേസിൽ വുമൺ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി carried the feminist agenda within a male dominated space. Their contribution highlight the intersection of social reform and constitutional drafting. അപ്പോൾ ചാലഞ്ചസ് ഇൻ എ പാട്രിയാർക്കിയൽ സൊസൈറ്റി, അതായത് ഫൗണ്ടിങ് മദേഴ്സ് ഫേസ്ഡ് എ resistance due to entrenched patriarchal norms. They advocated for breaking gender hierarchies within the political and social framework. ഓക്കെ, അപ്പോൾ കീ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, അതായത് എന്താണ് ഫെമിനിസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അത് ആർട്ടിക്കിൾ 14, 15 and 16 ആണ്. വിച്ച് എൻഷുർ ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നോൺ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ employment. Okay, പിന്നെ വുമൺ മെമ്പേഴ്സ് പുഷ്ഡ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ദീസ് പ്രൊവിഷൻസ് ടു സേഫ് ഗാർഡ് ജെൻഡർ ജസ്റ്റിസ്. പിന്നെ DPSPസിൽ വരുന്നതാണ് പ്രിൻസിപ്പിൾസ് എംഫസൈസ് ദ സ്റ്റേറ്റ്സ് ഡ്യൂട്ടി ടു പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ റിഫോം. പിന്നെ വുമൺ ലീഡേഴ്സ് അഡ്വക്കേറ്റ് ഫോർ ദീസ് പ്രൊവിഷൻസ് ആസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ലോങ് ടേം സൊസൈറ്റൽ ചേഞ്ച്. പിന്നെയുള്ളത് യൂണിഫോം സിവിൽ കോഡാണ്. ഓക്കെ, അപ്പം അഡ്വക്കേറ്റ് യൂണിഫോം സിവിൽ കോഡ്, അതായത് ഹൻസ മേത്ത, രാജ്കുമാരി അമൃത് കൗർ, അവരൊക്കെ എന്ത് ചെയ്തു? ഒരു ജെൻഡർ ജസ്റ്റിസ് പേഴ്സണൽ ലോസിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതായത് നമുക്കറിയാം മിക്ക റിലീജിയസ് ലോസും ഒരു പാട്രിയാർക്കൽ ലോസാണ്. അതിലൊരു മെൻ സെൻട്രിക് ആയിട്ടുള്ള ലോസാണ് അവർ കൂടുതലും കൊടുക്കുന്നത്. അപ്പം റിലീജിയൻ ഇൻഫ്ലുവൻസ് കുറച്ചിട്ട് ഒരു ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക, അതായത് റെസിസ്റ്റൻസ് ഫ്രം കൺസർവേറ്റീവ് ഫാക്ഷൻസ് ഹാസ് സ്റ്റാൾഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. അത് നമുക്കറിയാം. ഇപ്പം യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോസ്, റിലീജിയസ് പേഴ്സണൽ ലോസ് ഒക്കെ മാറും. എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിവിൽ ലോസ് ഇംപ്ലിമെൻ്റ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് എന്ത് പറ്റും? പാട്രിയാർക്കൽ നോംസ് അല്ലെങ്കിൽ ഒരു മെൻ സെൻട്രിക് ആയിട്ടുള്ള സൊസൈറ്റി, മെൻ സെൻട്രിക്കൽ ആയിട്ടുള്ള ലോസ് അവിടെ കുറഞ്ഞു വരും. ജെൻഡർ ഇക്വാലിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഫെമിനിസം ആൻഡ് സെക്യുലറിസം, അതായത് അപ്പം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് ജെൻഡർ ജസ്റ്റിസ്. ദ ഡിബേറ്റ് ഓൺ ബാലൻസിങ് റിലീജിയസ് ഫ്രീഡം ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി റിമെയിൻസ് അൺറിസോൾവ്ഡ്. അപ്പോൾ നമുക്കറിയാം എന്താണ് പേഴ്സണൽ ലോസ് മാറ്റിയിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ലോസിൽ വുമണിന് പ്രോപ്പർട്ടി കൊടുക്കണ്ട, അല്ലെങ്കിൽ വുമൺ മാരേജിൻ്റെ ഇഷ്യൂസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം മാറ്റുക. അപ്പോൾ അത് യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിയുമ്പോൾ അത് മാറും. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് ഡിബേറ്റ് വേറൊരു പോയിൻ്റാണ്. പ്രൊപ്പോസ്ഡ് ആസ് എ മീൻസ് ടു എൻഷുർ ജെൻഡർ ജസ്റ്റിസ് അക്രോസ് ഓൾ കമ്മ്യൂണിറ്റീസ്. ഫെമിനിസ്റ്റ് ലീഡേഴ്സ് ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ എ സെക്യുലർ അപ്രോച്ച് ടു പേഴ്സണൽ ലോസ് ദാറ്റ് റെസ്പെക്ട് ഇക്വാലിറ്റി. ഓക്കെ, പിന്നെ ഈ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ പ്രാക്ടീസ്, അതായത് ഡിസ്പൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ജെൻഡർ ഡിസ്പാരിറ്റീസ് കറൻ്റ്ലി ഉണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതായത് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പറയാം 30% മാത്രമാണ്. 50% ഓഫ് പോപ്പുലേഷൻ വുമൺ ആണെങ്കിൽ പോലും അപ് ടു 30% മാത്രമാണ് നമുക്ക് വുമൺ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ സോഷ്യൽ നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രൈറ്റീരിയ സ്ലോ പ്രോഗ്രസ് ടുവേർഡ്സ് ട്രൂ ഇക്വാലിറ്റി. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്സ് ഉണ്ട്. ലോസ് ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആൻഡ് ഈക്വൽ റെമ്യൂമറേഷൻ ആക്ട് ഫേസ് ചാലഞ്ചസ് ഇൻ എൻഫോഴ്സ്മെൻറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇങ്ങനത്തെ ലോസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിലോട്ട് വരുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് സ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എ മോർ റോബസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഫ്രെയിംവർക്ക് ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ലേറ്റ് ലീഗൽ പ്രൊവിഷൻസ് ഇൻ ടു സൊസൈറ്റൽ ചേഞ്ച്. പിന്നെ പാട്രിയാർക്കിയാണ് ഒരു ഗവർണൻസ് സ്ട്രക്ചറിലുള്ളത്. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫൺ മിറേഴ്സ് സൊസൈറ്റൽ ബയസസ്, ലിമിറ്റിംഗ് വുമൻസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലീഡർഷിപ്പ് റോൾസ്. Feminist principles must guide policy decisions to promote inclusivity. ഓക്കെ, പിന്നെ റെക്കമെൻഡേഷൻസ് നമ്മൾ നോക്കുമ്പോൾ സ്ട്രെങ്തനിങ് ലോസ് ആൻഡ് പോളിസീസ് ആണ്. എക്സ്പാൻഡ് അഫർമേറ്റീവ് ആക്ഷൻ ഫോർ വുമൺ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്.
റിഫോം പേഴ്സണൽ ലോസ് ടു അലൈൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജെൻഡർ ജസ്റ്റിസ്. പിന്നെ വുമൺ ലീഡേഴ്സിനെ എംപവർ ചെയ്യുക, അതായത് ഇൻക്രീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് ത്രൂ റിസർവേഷൻസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ്. പിന്നെ എൻകറേജ് ജെൻഡർ സെൻസിറ്റീവ് ലീഡർഷിപ്പ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഗവർണൻസ്. പിന്നെ ജെൻഡർ അവയർനെസ് പ്രൊമോട്ട് ചെയ്യാം, അതായത് ഇൻറ്റഗ്രേറ്റ് വുമൺ അല്ലെങ്കിൽ ജെൻഡർ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം ടു ചാലഞ്ച് പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഫ്രം ആൻ ഏർലി ഏജ്. കണ്ടക്ട് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് ടു അഡ്രസ് സൊസൈറ്റൽ ബയസസ്. അപ്പോൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂ, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ഐഡിയോളജി embedded in India's constitutional discourse remains a beacon of achieving gender equality. While significant strides have been made, persistent patriarchal structures and resistance to reforms indicate the need for a continued advocacy and action. Upholding the spirit of equality enshrined in the constitution requires collective efforts. അതായത് എല്ലാ സെക്ഷൻസിൽ നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ഇതിലൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ DNA അനാലിസിൽ നമുക്കറിയാം കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അനാലിസിസ് ചെയ്യുമായിരുന്നു. പ്രിയാമ്പിൾ നോക്കി, വുമൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസിനെ കുറിച്ച് നോക്കി, അതുപോലെ തന്നെ 75 ഇയേഴ്സിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഇപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് കറൻ്റ്ലി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കി. അതെങ്ങനെ മാറ്റണം എന്നും കൂടി നമ്മൾ നോക്കി. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.